ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദേവകിയമ്മയുടെ കഥയാണ് കേട്ടോ. നമുക്ക് കഥ കണ്ടാലോ? മഴയുള്ള ഒരു സന്ധ്യാസമയം പഴക്കമുള്ള ഒരു വീടിനുള്ളിലെ ഒരു മുറിയിൽ ദേവകിയമ്മ പഴയ ഏതോ ഒരു കടലാസിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നു. നല്ല വിഷമമുണ്ട് മുഖത്ത്. ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് ദേവകിയമ്മയുടേത്. ദേവകിയമ്മ ഓർത്തെടുത്തു. തൻ്റെ മകൻ രവിയെ അവസാനമായി താൻ കണ്ടത് 20 വർഷങ്ങൾക്ക് മുൻപാണ്. വിദേശത്തേക്ക് പോകുമ്പോൾ യാത്ര പറഞ്ഞത് താൻ ഓർക്കുന്നു. അതിനുശേഷം ഒരേയൊരു കത്ത് തനിക്ക് വന്നു. ദേവകിയമ്മ അതെടുത്ത് വായിച്ചു. മകന് സുഖമാണെന്നും വേഗം തിരിച്ചു വരുമെന്നും അതിൽ എഴുതിയിരുന്നു. പക്ഷേ ഇതുവരെ പിന്നീട് അവൻ്റെ കത്ത് വന്നിട്ടില്ല. അവനെ ഒരു നോക്ക് കാണാനും തനിക്ക് സാധിച്ചില്ല. ദേവകിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവകിയമ്മ ഇന്നും മകനെ കാത്തിരിക്കുകയാണ്. എന്നും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവർ ഒരു പ്ലേറ്റ് മകനായി വയ്ക്കും. ഇത് വർഷങ്ങളായി തുടർന്നു വരികയാണ്. ഇതേ സമയം വിദേശത്ത് രവി ദേവകിയമ്മയെ ഓർത്തു. താൻ തൻ്റെ അമ്മയോട് ചെയ്തത് വളരെ വലിയ തെറ്റാണ്. തൻ്റെ സ്വപ്നങ്ങൾക്കിടയിൽ താൻ അമ്മയെ മറന്നു. അമ്മയെ കാണണമെന്ന് അയാൾ തീരുമാനിച്ചു. ഇന്ന് രവിയുടെ പിറന്നാളാണ്. തൻ്റെ മകന് 41 വയസ്സ് തികയുന്നു. തനിക്ക് മരിക്കുന്നതിന് മുൻപ് അവനെ ഒന്ന് കാണാൻ സാധിക്കണേ എന്ന് ദേവകിയമ്മ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. രവി നാട്ടിലെത്തി. ട്രെയിനിൽ കയറി. വീടെത്താറായി. വർഷങ്ങൾ കഴിഞ്ഞു. അമ്മ തന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് രവി ആലോചിച്ചു. പുറത്ത് നല്ല മഴ. ഇരുട്ടുണ്ട്. ആരോ കതകിൽ തട്ടുന്ന ശബ്ദം. ദേവകിയമ്മ വാതിൽ തുറന്നു. നോക്കിയപ്പോൾ തൻ്റെ രവിയുടെ മുഖച്ഛായ തോന്നുന്ന ഒരാൾ. രവി അപ്പോൾ ദേവകിയമ്മയെ നോക്കി അമ്മയെന്ന് വിളിച്ചു. ദേവകിയമ്മ മകനെ ചേർത്തു പിടിച്ചു കരഞ്ഞു. തൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. എൻ്റെ മകനെ ഒരു നോക്കു കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചുവല്ലോ. അതിന് അവർ ഈശ്വരനോട് നന്ദി പറഞ്ഞു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.